കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആൾക്കൂട്ടം രാംനാരായണനെ ആക്രമിച്ചത്. വടികൊണ്ട് അതിക്രൂരമായി അടിച്ചു വീഴ്ത്തി. ഒന്നാം പ്രതിയായ അനുവും രണ്ടാം പ്രതിയായ പ്രസാദും വടികൊണ്ടാണ് ആക്രമിച്ചത്. മുഖത്തും കയ്യിലും പരിക്കേൽപ്പിച്ചു. മൂന്നാം പ്രതിയായ മുരളി മുഖത്താണ് അടിച്ചത്. ഇതോടെ രാംനാരായണൻ നിലത്തു വീണു. അഞ്ചാം പ്രതി വിപിൻ വയറിൽ ചവിട്ടി. ഛത്തീസ്ഗഡ് സ്വദേശിയായ അതിഥി തൊഴിലാളി രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വലിയ ആരോപണവുമായാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. പോലീസിനെതിരെ കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ്. പോലീസ് ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. പല പ്രതികളെയും ഒളിവിൽ പോകാൻ പോലീസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. 5 പ്രതികളെ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുള്ളൂ. കേസിൽ അന്വേഷണം നടന്നുവരികയാണെന്നാണ് പാലക്കാട് SP പറഞ്ഞത്. കേസിൻ്റെ അന്വേഷണം വളരെ എഫക്റ്റീവായിട്ട് തന്നെ നടക്കും, അതിൽ യാതൊരു സംശയമില്ല. പോലീസ് ആദ്യം ഘട്ടത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അന്വേഷണം പ്രകാരം ഇതിൽ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ലൈക്ലിഹുഡാണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും. ഒരു DYSP ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു 10 മെമ്പറിൻ്റെ ഒരു SIT ആണ്. അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് SP പാലക്കാട്. പ്രതികൾക്കെതിരെ SC/ST പീഡന നിരോധന വകുപ്പുകൾ കൂടി ചുമത്തും. പ്രതികൾക്കുള്ള രാഷ്ട്രീയ ബന്ധവും അന്വേഷണ പരിധിയിലുണ്ട്. ബംഗ്ലാദേശിയാണ് എന്നാരോപിച്ചാണോ രാംനാരായണനെ മർദ്ദിച്ചതെന്ന കാര്യവും പരിശോധിക്കും. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് RSS BJP അനുഭാവികൾക്കും പ്രവർത്തകർക്കും ബന്ധമുണ്ട്, ഇതൊരു വംശീയമായ ആക്രമണവും അതുപോലെ തന്നെ കൊലപാതകവുമാണ് എന്ന പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഈ കേസിലെ 1, 2, 3, 5 പ്രതികൾ, ഈ പ്രതികളെല്ലാവരും തന്നെ BJP അനുഭാവികൾ ആണ്. ഇവർക്ക് BJPയുമായി അടുത്ത ബന്ധമുണ്ട്. അതിനോടൊപ്പം തന്നെ BJP പ്രവർത്തകർ തന്നെയാണ് ഇവർ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 4ാം പ്രതി CITU പ്രവർത്തകനാണ് എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട്. ഏതായാലും ഈ ഒരു കേസിൽ ഇന്ന് MB രാജേഷും അതുപോലെ തന്നെ മന്ത്രി R ബിന്ദുവും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഈ കേസിൽ വലിയ തോതിൽ വംശീയമായ അധിക്ഷേപവും ആക്രമണവുമാണ് നടന്നിട്ടുള്ളത്, കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ബംഗ്ലാദേശി എന്ന ഈ ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്ന്, വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൻ. സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് ഇതിനകത്ത് ചെയ്തത്. അവരെല്ലാം തിരിച്ചറിയാതിരുന്നില്ല, എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളീയ സമൂഹമാകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതിനെതിരായിട്ട്. എന്തായാലും വലിയ തോതിൽ ചർച്ചയായ ഈ ഒരു വിഷയം കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരേ വികാരം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.